ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ സൺഡേ എടുത്തിട്ടുള്ളതാണ്. സൺഡേയിലെ വിശേഷങ്ങളാണ്. അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റായി. എന്തായാലും വീക്ക് ഡേയ്സിലൊക്കെ ആമിക്ക് സ്കൂളിൽ പോകണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് ലേറ്റായിട്ടാണ് എഴുന്നേൽക്കുന്നത്. 7-7:30 ആകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റതിന് ശേഷം കുറച്ച് നേരം ഒന്ന് പുറത്തൊക്കെ ഒന്ന് നോക്കി നിന്നു. നല്ല ക്ലൈമറ്റായിരുന്നു. ചെറിയൊരു മഴച്ചാറ്റിലും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ ബെഡൊന്ന് നീറ്റാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടോ. കുറേ ദിവസമായി നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട്. അപ്പോൾ ഈ ഒരു ബെഡ് കവർ ഞാൻ എന്തായാലും ഇട്ടിട്ടാണ് എപ്പോഴും ബെഡ്ഷീറ്റ് വിരിക്കുന്നത്. എൻ്റെ അടുത്ത് ഇപ്പോൾ 2 ബെഡ് കവർ ഉണ്ട്. ഒന്ന് അമ്മ തയ്ച്ച് തന്നതും പിന്നെ ഇത് കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം ഇതിൻ്റെ മേലെയാണ് ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിന് ഒരുപാട് സമയം എടുക്കും. കാരണം വലിയ ബെഡ് ആയതുകൊണ്ട് കയറി നിന്ന് ഒക്കെ നമ്മൾ ഇത് ചെയ്തൊക്കെ കവറൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും കുറേ അങ്ങോട്ട് ലേറ്റ് ആവും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആമിയും ഹസ്ബൻഡും എല്ലാവരും എഴുന്നേറ്റ് വന്നു. ഞങ്ങളെല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് അടുത്ത് ഉച്ചക്കലത്തെ ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് ഞാൻ മട്ട റൈസ് വെച്ചിട്ടാണ് ചോറ് വയ്ക്കുന്നത്. ഞങ്ങളങ്ങനെ എപ്പോഴും ഇത് വയ്ക്കാറില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ആമിക്കത് കഴിക്കുന്നത് അത്ര ഇഷ്ടമല്ല. തലേ ദിവസം മീൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഞാൻ കറി വെച്ചു. അതിൻ്റെ കറി ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ളൊരു ലഞ്ചാണ്. മിക്കവാറും നമ്മൾ സൺഡേയിലാണ് അല്ലെങ്കിൽ സാറ്റർഡേ നൈറ്റാണ് ഞങ്ങൾ മീൻ മേടിക്കാറുള്ളത്. ഇതിപ്പോൾ ഓണവും ഈ വിനായക ചതുർത്ഥിയൊക്കെ വന്നതിന് ശേഷം ഞങ്ങൾ ഇതുവരേക്കും മീൻ മേടിച്ചില്ലായിരുന്നു കേട്ടോ. കുറേ നാളായി, 3 ആഴ്ചയിൽ കൂടുതലായി. അപ്പോൾ എന്തായാലും കുറേ നാളുകൾക്ക് ശേഷം ഇപ്പോൾ മീൻ മേടിച്ചതാണ്. മീൻ വാങ്ങുന്ന സമയത്ത് ഞാൻ തന്നെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മീൻ ക്ലീൻ ചെയ്യാനായിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കല്യാണം കഴിയുന്നതിന് മുന്നേയും വീട്ടിൽ അമ്മ എനിക്ക് ഇതുപോലെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീനൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് വലിയ മീനാണ് കിട്ടുന്നതെങ്കിൽ ഹസ്ബൻഡ് കടയിൽ കൊടുത്ത് ക്ലീൻ ചെയ്ത് മേടിച്ചിട്ടാണ് വാങ്ങുന്നത്. പിന്നെ ഈ മീനിൻ്റെ വേസ്റ്റ് വരുന്ന വെള്ളമില്ലേ, ഇത് ഇങ്ങനെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂത്ത് കിട്ടുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കതങ്ങോട്ട് ചെടിക്ക് ഒഴിക്കാനായിട്ട് ഭയങ്കര എന്തോ ഒരു മടിയാണ് കേട്ടോ. കാരണം ഒരുമാതിരി സ്മെല്ലൊക്കെ വരുമോ എന്നുള്ളൊരു പേടി കൊണ്ടാണ്. കാരണം നമ്മൾ ടെറസിൻ്റെ മേലെയാണല്ലോ ചെടികൾ വെച്ചേക്കുന്നത്. പക്ഷേ എന്തായാലും ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മുടെ ചെടിക്ക് ഇത് വെള്ളം ഒഴിക്കുക, ഈ മീൻ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും മീൻ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ സിങ്കും നല്ല വൃത്തിയായിട്ട് കഴുകി ഇടാനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. കാരണം നമ്മൾ വല്ലപ്പോഴുമാണ് വാങ്ങുന്നതെങ്കിലും വീടിനുള്ളിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ കിച്ചൺ ചെറുതാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ മീനൊക്കെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ കുറേ നേരം അതിൻ്റെ സ്മെല്ല് ഇതിൽ നിൽക്കും. ആദ്യം ഒന്ന് ബെഞ്ചല് യൂസ് ചെയ്തിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുത്തു. അതിന് ശേഷം സബീന പൗഡറും പിന്നെ ഒരു ലെമണിൻ്റെ പാതി കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് സ്ക്രബ് ചെയ്തെടുത്തു. ആ ലെമൺ വെച്ചിട്ട് തന്നെ സബീന പൗഡറിലിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചെടുത്തു. അപ്പോഴത്തേക്കും നന്നായിട്ട് നമ്മുടെ സിങ്കും ക്ലീനായി കിട്ടും, നല്ലൊരു സ്മെല്ലും ആയിരിക്കും കേട്ടോ. പിന്നെ ലാസ്റ്റ് കുറച്ച് കംഫർട്ടും കൂടെ യൂസ് ചെയ്തിട്ടാണ് തുടച്ചെടുക്കുന്നത്. മീൻ ക്ലീൻ ചെയ്തിട്ടുള്ള കൗണ്ടർ ടോപ്പിൻ്റെ പോർഷനും സിങ്കിലെ പോർഷനുമാണ് ക്ലീൻ ചെയ്ത് എടുത്തത്. അപ്പോൾ കംഫർട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു സ്മെല്ല് പോയി കിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് മീൻ വറുക്കാനായിട്ടാണ് എടുക്കുന്നത്. എല്ലാം ഒന്നും എടുക്കുന്നില്ല കേട്ടോ. കുറച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം നമുക്ക് നെക്സ്റ്റ് ഡേയും കൂടി യൂസ് ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് മീൻ വറുക്കാൻ വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ലെമൺ ഞാൻ സിങ്കിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്മെല്ല് പോയി കിട്ടും. പിന്നെ ഇന്ന് നമ്മൾ ലഞ്ചിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് തോരനും മീൻ വറുത്തതും മോര് കറിയാണ്. പിന്നെ തലേ ദിവസത്തെ മീൻ കറിയും നമ്മളുടെ അടുത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഇതിന് മുന്നേയും ഷെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഞങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മീൻ വറുത്തത്, ബീട്രൂട്ട് തോരനും മോര് കറിയും മീൻ കറിയും, ഇതൊരു നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ സാമ്പാറും വറുത്ത മീനും നല്ലൊരു കോമ്പിനേഷനാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ചില കറികൾ ഇങ്ങനെ നമുക്ക് നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള കുറച്ച് കറികളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കറികൾ അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ നമുക്കും എല്ലാവർക്കും ഒന്ന് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളും അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മൾ ഈ റെസിപ്പിയൊക്കെ മുന്നേ കാണിച്ചിട്ടുള്ളതുകൊണ്ട് ഞാനൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത്, ചില സിറ്റുവേഷനിൽ നമുക്ക് എതിരെ പല കാര്യങ്ങളും ഇങ്ങനെ വരുമല്ലേ. എൻ്റെ ഒരു സ്വഭാവം മുന്നേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ റിയാക്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. മാത്രമല്ല എനിക്ക് അത് പറഞ്ഞു തീർക്കുന്ന ഒരു സമാധാനം കാണത്തില്ല. അങ്ങനെ ഒരു സ്വഭാവം എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അതൊരു നല്ല സ്വഭാവം അല്ല.
പക്ഷേ ചില സമയത്തൊക്കെ അങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഭവിഷ്യത്തുകൾ പിന്നീടാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്നെ ആരെങ്കിലും അങ്ങനെ പ്രൊവോക്ക് ചെയ്യുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ നെഗറ്റീവായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് വരികയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഞാനങ്ങ് സൈലൻ്റ് ആവും. അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കും. അതിപ്പോൾ എന്ത് കാര്യം തന്നെ ആണെങ്കിലും മുന്നേയൊക്കെ ആണെങ്കിൽ എനിക്ക് ദേഷ്യം ഒട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാനത് കുറേ അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്ത് വരികയാണ്. അപ്പോൾ എന്നെപ്പോലെ ഈ ഒരു സ്വഭാവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. കാരണം നമ്മൾ ദേഷ്യപ്പെട്ട് പെട്ടെന്നൊരു റിയാക്ഷൻ അതിൻ്റെ പേരിൽ നമ്മളൊന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെ ആയിരിക്കും. ആ ഒരു ദേഷ്യത്തിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു പോകുക അല്ലെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കണമെന്നൊന്നും ഇല്ല എന്നാണ് ഞാൻ പഠിച്ചൊരു പാഠം. കാരണം നമുക്ക് എന്ത് കാര്യമാണെങ്കിലും നമുക്ക് അതിന് റിയാക്റ്റ് ചെയ്യേണ്ട ഒരു സമയം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അതിനൊരു മറുപടി കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ പോലെ നമ്മൾ ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ നിങ്ങളിതിനോട് യോജിക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങളെങ്ങനെയാണ്? നിങ്ങൾ ദേഷ്യം വന്നാൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്നവരാണോ? ഒരു പരിധിവരെ നമുക്ക് ക്ഷമിക്കാനും പറ്റുള്ളൂ. നമ്മൾ കുറേ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ക്ഷമയൊക്കെ നശിക്കും. പിന്നെ നമ്മൾ പഴയതുപോലെ നമ്മൾ റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. എന്നാലും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ മാറാനായിട്ട് മാക്സിമം ശ്രമിക്കണം. ഞാൻ അങ്ങനെ കുറേ അങ്ങോട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെപ്പോലെ ആണോ അല്ലേ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഇതിൽ തന്നെ നമ്മൾ ബീട്രൂട്ട് തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വറുത്ത മീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വറുത്ത മീൻ ഈ ഒരു ദോശക്കല്ലിലിട്ടാണ് വറുക്കുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടും. കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഇത്രയും എണ്ണയുടെ ആവശ്യമില്ല, കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് മോര് കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ അരയ്ക്കാത്ത മോര് കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് കേട്ടോ. ഞാൻ എപ്പോഴും മോര് കറി ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചിട്ടിട്ട് ഒന്ന് കടുക് താളിച്ച് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് മുളക് പൊടി ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്, പേരിനാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി ചേർത്താലും മതി. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് എരിവിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മോര് നമ്മൾ ഇങ്ങനെ മിക്സിയിൽ തൈര് ഇതുപോലെ ഒന്ന് അടിച്ചിട്ട് തൈരിനുള്ളിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ടാണ് ഒന്ന് അടിച്ചെടുക്കേണ്ടത്. ഒന്ന് പൾസ് ചെയ്തെടുത്തിരുന്നാൽ മതി. എന്നിട്ട് ഈ ഒരു കടുക് താളിച്ചതിലും കൂടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. ലാസ്റ്റായിട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ച്. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം പിന്നീട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതുപോലെ ബസന്ത് നഗർ ബീച്ചിലാണ് വന്നിട്ടുള്ളത്. ഇതിന് മുന്നേയും ഈ ഒരു ബീച്ചിൽ വന്നതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴത്തേക്കും ഉണ്ട് ഇതുപോലെ മോരിങ്ങനെ കൊടുക്കുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ബീച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഇത് സ്പിരുലിന എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണ്. അപ്പോൾ ഇത് ഒരു പായൽ പോലത്തെ ഒരു പായലാണ് കേട്ടോ, ആൽഗ എന്ന് പറയും. അപ്പോൾ ഇത് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സംഭവമാണ്. സ്പിരുലിന എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് പൗഡറായിട്ടും ക്യാപ്സ്യൂളായിട്ടും ഒക്കെ കിട്ടും. നമ്മുടെ വെയിറ്റ് ലോസ് കുറയ്ക്കാനും അതുപോലെ ബ്ലഡിലുള്ള ഷുഗറിൻ്റെ ലെവൽ കൺട്രോൾ ചെയ്യാനും ലിവർ സിറോസിസിനും അതുപോലെ തന്നെ ആങ്സൈറ്റി, ഡിപ്രഷൻ, അതുപോലെ സ്ട്രെസ്സ്, പിന്നെ ബ്ലഡ് പ്രഷർ ഇതൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ഒരുപാട് സഹായിക്കും. പിന്നെ ഏറ്റവും കൂടുതൽ പോഷകം അടങ്ങിയിട്ടുള്ളൊരു ആഹാരം എന്നാണ് പറയുന്നത്. ഇതിന് ഭയങ്കര റേറ്റാണ് കേട്ടോ. ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്രസഭയും ഇത് ഏറ്റവും കൂടുതൽ പോഷകം അടങ്ങിയിട്ടുള്ള ആഹാരം എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ നാസയിലെ സയൻറ്റിസ്റ്റുകൾ ഈ ഒരു സ്പിരുലിനയാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബ്ലൂ കളറിലും ഉണ്ട്, ഗ്രീൻ കളറിലും കിട്ടും. ബ്ലൂ കളറിലുള്ളതാണ് സയൻറ്റിസ്റ്റുകൾ കഴിക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ സാധാരണ കഴിക്കുന്ന മുട്ടയുടെയും പാലിനേക്കാളും ഒരുപാട് ഇരട്ടി മടങ്ങിന് അതിൻ്റെ പോഷകങ്ങൾ ഈ ഒരു സസ്യത്തിൽ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഓൺലൈനിൽ ആമസോണിൽ കിട്ടും. അപ്പോൾ കുറേയധികം ബ്രാൻഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ യൂസും കാര്യങ്ങളൊക്കെയാണ് അവിടെ നിന്ന് ആൾ നമുക്കത് പറഞ്ഞു തന്നത്. അപ്പോൾ ഫൈബർ കണ്ടൻറ്റ് വളരെ കുറവാണിതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണം കൂടി നമ്മൾ പ്രത്യേകം കഴിക്കേണ്ടി വരും. പിന്നെ ഇത് ഡയറക്റ്റായിട്ട് കഴിക്കാനായിട്ട് പാടില്ല. നമ്മളിപ്പോൾ മോര് ഉണ്ടല്ലോ, തൈരിങ്ങനെ മോരാക്കിയത്, അതിൽ ഇതുപോലെ
ഈ സ്പിരുലിനയുടെ പൗഡർ ഇട്ട് മിക്സ് ചെയ്തിട്ടാണ് തന്നത്. പിന്നെ അതുപോലെ തന്നെ ഹസ്ബൻഡ് കഴിച്ചത് ഫ്ലാക്സ് സീഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. സ്പിരുലിനയും ഫ്ലാക്സ് സീഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങളിത് ഇതുപോലെ ഇവിടുത്തെ ബീച്ചിൽ വരുവാണെങ്കിൽ ഇവിടെ മേടിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ചെന്നൈയിലുള്ള ആരെങ്കിലും ഈ ഒരു ഭാഗത്ത് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഹസ്ബൻഡാണ് ഈ ഒരു സംഭവത്തിനെക്കുറിച്ച് പറഞ്ഞത്. ഇത് ഞങ്ങൾ കുറേ നാൾക്ക് മുന്നേ ഞാനിത് കേട്ടതാണ് കേട്ടോ. ഹസ്ബൻഡാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളിത് കാണുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്ക് എന്തായാലും നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഷെയർ ചെയ്തത്. ആൻറ്റി ഏജിങ്, അതുപോലെ തന്നെ നമ്മൾ പ്രായം കൂടുന്തോറും നമ്മുടെ എനർജി ലെവൽ കുറഞ്ഞു പോകത്തില്ല. അപ്പോൾ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ, അതായത് ഇത് കഴിച്ചു കഴിയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഉന്മേഷവും എനർജിയൊക്കെ കിട്ടും. അതുപോലെ തന്നെ മെറ്റാബോളിസം വർദ്ധിപ്പിക്കാനും ഒക്കെ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതലായിട്ട് ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കാണ് കേട്ടോ കയറ്റുമതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിൽ പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ലായിരിക്കും. അറിയാവുന്ന ആൾക്കാരൊക്കെ ഇത് കഴിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത് ഓൺലൈനിൽ ആമസോണിൽ നിങ്ങൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മേടിച്ചാൽ മതി. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഹെൽത്ത് ബെനിഫിറ്റ്സ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ ഞങ്ങൾ ബീച്ചിലോട്ടൊക്കെ ഒന്ന് വന്നതിന് ശേഷം കുറച്ച് നേരം ഇവിടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആമിക്കിപ്പോൾ എക്സാം നടക്കുന്നുണ്ട്. എന്നാലും അവളെയും കൂടി ഒന്ന് റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ബീച്ചിലേക്ക് വന്നത്. ഞങ്ങൾ ഓണമൊക്കെ ആയ സമയത്ത് സാധാരണ പുറത്ത് വരുന്നതാണ്. അപ്പോൾ ഇത്തവണ ഞങ്ങൾക്ക് പനിയൊക്കെ ആയതുകൊണ്ട് പുറത്തൊന്നും വന്നിട്ടില്ല കേട്ടോ. കുറേ നാളായി പുറത്തിറങ്ങിയിട്ട്. അങ്ങനെ എന്തായാലും ഹസ്ബൻഡ് പറഞ്ഞു നമുക്ക് ഒന്ന് ബീച്ചിലേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന്. അങ്ങനെയാണ് വന്നത്. അങ്ങനെ ഇവിടെ വന്നപ്പോഴേക്കും ആമിയും ഒരുപാട് ഹാപ്പിയായി. പിന്നെ വൈകുന്നേരത്തെ സൺസെറ്റൊക്കെ കണ്ട് കുറച്ച് നേരം ഇവിടെ ഒന്ന് റിലാക്സ് ചെയ്തിരുന്നിട്ടാണ് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.